ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ കേന്ദ്ര ബിന്ദുവും പെരുന്നാളുകളുടെ പെരുന്നാളുമായ നമ്മുടെ കർത്താവിൻ്റെ ഉയിർപ്പ് പെരുന്നാളിലേക്ക് അഥവാ ഈസ്റ്ററിലേക്ക് പ്രാർത്ഥനയോടെ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന വലിയ നോമ്പ് കാലത്തെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ പ്രതിപാദിക്കുന്ന നമ്മുടെ കർത്താവ് കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്ന അത്ഭുതമാണ്. അവൻ ഒരു പട്ടണത്തിൽ ഇരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞ ഒരു മനുഷ്യൻ യേശുവിനെ കണ്ടു കവിണ്ണു വീണു. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈ നീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാകുക എന്ന് പറഞ്ഞു. ഉടനെ കുഷ്ഠം അവനെ വിട്ടുമാറി. അവൻ അവനോട്, ഇത് ആരോടും പറയരുത്, എന്നാൽ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശെ കൽപ്പിച്ചതുപോലെ നിന്റെ ശുദ്ധീകരണത്തിനുള്ള വഴിപാട് അർപ്പിക്കുക എന്ന് കൽപ്പിച്ചു. എന്നാൽ അവനെക്കുറിച്ചുള്ള വാർത്ത കൂടുതൽ പ്രചരിച്ചു. വളരെയധികം ജനങ്ങൾ വചനം കേൾക്കേണ്ടതിനും തങ്ങളുടെ വ്യാധികൾക്ക് സൗഖ്യം ലഭിക്കേണ്ടതിനും കൂടി വന്നു. അവനോ വിജനപ്രദേശത്തേക്ക് വേറിട്ടുപോയി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. വലിയ നോമ്പിലെ ഓരോ ഞായറാഴ്ചകളിലും നമ്മുടെ കർത്താവ് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അഥവാ അടയാളങ്ങളാണ് ചിന്താവിഷയങ്ങളായി നൽകപ്പെടുന്നത്. അടയാളങ്ങൾ ആ വാക്കിൽ സൂചിപ്പിക്കപ്പെട്ടിരിക്കുന്നത് പോലെ മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്ക്, മറ്റൊരു രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ചൂണ്ടുപലകകളാണ്. നമുക്ക് ചുറ്റും അനേക ചൂണ്ടുപലകകളും ദിശാസൂചികകളുമുണ്ട്. നാം അതിൻ്റെ ചുവട്ടിൽ പോയി നിന്നാൽ അതെവിടേക്കാണോ ദിശ കാണിക്കുന്നത് അവിടെ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ നൽകപ്പെട്ടിരിക്കുന്ന അടയാളങ്ങൾ ഈസ്റ്റർ എന്ന വലിയ രഹസ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നവയാണ്. അവയുടെ അർത്ഥം യഥാർത്ഥത്തിൽ ഗ്രഹിക്കുവാനും അതനുസരിച്ച് അതിനോട് പ്രതികരിക്കുവാനും ജീവിതത്തിൽ മാനസാന്തരമുണ്ടായി ക്രിസ്തു സുവിശേഷത്തിന് സാക്ഷികളായി മാറുമ്പോൾ മാത്രമാണ് ഇപ്രകാരമുള്ള അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അർത്ഥമുള്ളതായി മാറുന്നത്. ഇന്ന് നാം വായിച്ചു കേട്ട കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്ന അനുഭവം എപ്രകാരമാണ് ഈസ്റ്റർ എന്ന ഒരു വലിയ രഹസ്യത്തിൻ്റെ സൂചനയായി വർത്തിക്കുന്നത് എന്ന് ആദ്യമേ തന്നെ നമുക്ക് പരിശോധിക്കാം. ഇവിടെ കർത്താവിൻ്റെ മുൻപിൽ വരുന്ന കുഷ്ഠരോഗി സൗഖ്യമാക്കപ്പെടുന്നതിനേക്കാൾ തന്നെ ശുദ്ധീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുക, അപേക്ഷിക്കുക. കർത്താവ് അവനെ തൊട്ട് സ്പർശിച്ച് അവന് ശുദ്ധിയുള്ളവനായി മാറുമ്പോൾ അവന് തിരികെ ലഭിക്കുന്നത് അവന് നഷ്ടപ്പെട്ട കൂട്ടായ്മയുടെ അനുഭവമാണ്. പാപത്തിൻ്റെ അടിമത്തത്തിലായ മനുഷ്യകുലത്തിന് നഷ്ടമായത് പ്രപഞ്ചവുമായുള്ള തമ്മിലുള്ള തന്നോട് തന്നെയുള്ള അവനേക്കാളൊക്കെ ഉപരിയായി ദൈവവുമായുള്ള ഒരു ബന്ധത്തിലാണ് വിള്ളൽ വീണത്. കർത്താവായ യേശു തമ്പുരാൻ്റെ രക്ഷാകരമായ കഷ്ടാനുഭവവും ക്രൂശുമരണവും ഉദ്ധാനവും വഴിയായി മനുഷ്യകുലത്തിന് മുഴുവനായി ഈ സൗഖ്യദായകമായ ശുദ്ധീകരണത്തിൻ്റെ ശുശ്രൂഷയിലൂടെ പ്രവേശിച്ച് മനുഷ്യകുലത്തെ മുഴുവൻ ശുദ്ധീകരിക്കുന്നു. ഇതിലൂടെ മനുഷ്യകുലത്തിന് നഷ്ടമായ ദൈവ മനുഷ്യ ബന്ധം തിരിച്ചവന് നൽകുകയും അവൻ അനുരഞ്ജനത്തിൻ്റെ പാതയിൽ എത്തിച്ചേരുകയും ചെയ്യുന്നു. കുഷ്ഠരോഗി കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന്, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന് പ്രഖ്യാപിക്കുകയാണ്. അവന് യേശുവിൽ ആഴമായ വിശ്വാസമുണ്ടായിരുന്നു. ആ വിശ്വാസം അവൻ പ്രഖ്യാപിക്കുവാൻ തയ്യാറാകുമ്പോൾ, അവൻ ഏറ്റുപറയുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ രക്ഷയായി പരിണമിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം
കർത്താവായ യേശുവിൻ്റെ ഉത്ഥാനത്തിലുള്ള വിശ്വാസമാണ്. ഈ വിശ്വാസത്തിലേക്ക് നാം ആഴപ്പെടുകയും അത് പ്രഘോഷിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുമ്പോൾ എപ്രകാരമാണോ കുഷ്ഠരോഗിയുടെ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം അവർ രക്ഷയായി മാറിയത്, നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ രക്ഷയിലേക്ക് ഈ രഹസ്യം നമ്മെ കൊണ്ടുവന്നെത്തിക്കും. ഈ കുഷ്ഠരോഗി സൗഖ്യമാക്കപ്പെട്ടതിന് ശേഷം അവൻ ഒരു നവീകരണത്തിലേക്ക് കടന്നു വരികയാണ്. അവൻ്റെ ജീവിതം പിന്നെ സാക്ഷി നൽകുന്ന ജീവിതമായി മാറുകയാണ്. ഉദ്ധാനത്തിൻ്റെ രഹസ്യം സ്വീകരിച്ച എല്ലാവർക്കും ഇപ്രകാരമുള്ള ഒരു മാനസാന്തരവും പരിവർത്തനവുമാണ് ഉണ്ടാകേണ്ടത്. സ്നേഹത്തെ അനുഭവിച്ചറിഞ്ഞാൽ, ഈ വിശ്വാസത്തെ അനുഭവിച്ചറിഞ്ഞാൽ അത് പ്രഘോഷിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ സാധ്യമാകുകയില്ലല്ലോ. അതുകൊണ്ട് നോമ്പ് കാലത്തിലൂടെ ഈസ്റ്റർ അനുഭവത്തിലൂടെ പ്രവേശിക്കുക എന്ന് പറഞ്ഞാൽ യേശുവിന് സാക്ഷികളായി തീരുവാൻ, അവൻ്റെ സുവിശേഷത്തിന് സാക്ഷികളായി തീരുവാൻ നമ്മെ തന്നെ 50 ദിവസം കൊണ്ട് നാം ഒരുക്കുന്ന പ്രക്രിയയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നാം വായിച്ചു കേട്ട വചനഭാഗത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇവിടെ കുഷ്ഠരോഗി കർത്താവിൻ്റെ സന്നിധിയിൽ വന്നു നിന്ന് അവിടുത്തോട് അപേക്ഷിക്കുകയാണ്, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്ന്. ഈ ഭാഗം മനസ്സിലാകണമെങ്കിൽ, ഈ വേദനയുടെ തീവ്രത നാം മനസ്സിലാക്കണമെങ്കിൽ പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകത്തിൽ 13-ാം അധ്യായത്തിലും സംഖ്യാപുസ്തകത്തിൽ 5-ാം അധ്യായത്തിലും കുഷ്ഠരോഗി അനുവർത്തിക്കേണ്ട രീതികളെക്കുറിച്ച് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ഈ വേദനയുടെ തീവ്രത മനസ്സിലാകുകയുള്ളൂ. ഒരു വ്യക്തി കുഷ്ഠരോഗം സംഭവിക്കുമ്പോൾ തീർച്ചയായും അവന് ശാരീരികമായ വലിയ ക്ലേശങ്ങളുണ്ടാകും. വലിയ വേദനയുടെ നോവിൻ്റെ അനുഭവത്തിലൂടെയാണ് ആ കുഷ്ഠരോഗി കടന്നു പോകുന്നത്. എന്നാൽ ആ ശരീരത്തിൻ്റെ വേദനയൊക്കെ അതിലംഘിക്കുന്ന ഒരു വേദന എന്നത് സമൂഹപരമായി അവൻ ഒറ്റപ്പെടുന്നു എന്നുള്ളതാണ്. സ്വന്തം കുടുംബാംഗങ്ങൾ പോലും ആ വ്യക്തിയോട് ഈ വേദനയുടെ അവസരത്തിൽ കൂടെ ഉണ്ടാകില്ല. അവൻ തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സഹായം ആവശ്യമുള്ള ഒരു ഘട്ടത്തിൽ തീർത്തും ഒറ്റപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് ആ കുഷ്ഠരോഗി കടന്നു പോകേണ്ടി വരുന്നത്. അതോടൊപ്പം മതപരമായ ഒരു വിലക്ക് അവന് നേരിടുകയാണ്. അവന് ദേവാലയത്തിൽ പോകുവാനോ പ്രാർത്ഥിക്കുവാനോ സാധിക്കുകയില്ല. പ്രിയമുള്ളവരെ, ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചോ എന്ന് വരുന്ന വലിയ ഒരു വേദനയുണ്ട്. ആ വേദനയുടെ തീവ്രതയിൽ നിൽക്കുമ്പോഴാണ് ആ കുഷ്ഠരോഗി കർത്താവിൻ്റെ സന്നിധിയിൽ വന്ന് ഇപ്രകാരം അപേക്ഷിക്കുന്നത്, കർത്താവേ, അങ്ങയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്നത്. പ്രിയമുള്ളവരെ, നമ്മളും ഇതുപോലെ എത്രയോ വേദനയുടെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. ഒറ്റപ്പെടലിൻ്റെ അനുഭവത്തിലൂടെ കടന്നു പോയിട്ടുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതായിത്തീരുന്ന നിസ്സഹായ അവസ്ഥയുടെ വക്കിൽ നാം എത്രയോ തവണ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ കൂടെ കാണുമെന്ന് നാം പ്രതീക്ഷിച്ച പലരും ജീവിതത്തിൻ്റെ നിർണായക നിമിഷങ്ങളിൽ നമ്മെ കൂടെ ഇല്ലാതാക്കിയ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ വരുമ്പോൾ കർത്താവിന് നമ്മെ അത്ഭുതകരമായ സൗഖ്യത്തിലേക്ക് നയിക്കുവാനായിട്ട് സാധിക്കും. പ്രിയമുള്ളവരെ, അടുത്തതായി ഇപ്രകാരം ഒരു അപേക്ഷ കർത്താവിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുമ്പോൾ നമ്മൾ വചനത്തിൽ വായിക്കുന്നു, യേശു തമ്പുരാൻ കൈ നീട്ടി. ഗ്രീക്ക് മൂല്യത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് എക്തിനോ എന്ന ഗ്രീക്ക് പദമാണ്. ഇതിൻ്റെ അർത്ഥം രക്ഷാകരമായ ഒരു കരം നീട്ടലാണ്. പുറപ്പാട് പുസ്തകം 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ഇപ്രകാരം ഇസ്രായേൽ ജനത്തിൻ്റെ സഹായത്തിനു വേണ്ടി കരം നീട്ടുന്ന ഒരു യഹോവയായ ദൈവത്തെ നാം കണ്ടുമുട്ടുന്നുണ്ട്. പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും അവരോടൊപ്പം നിൽക്കുന്ന ഒരു ദൈവം. നാം വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവേ, എൻ്റെ ബലഹീനതയിൽ കൈ നീട്ടിത്തന്ന് എന്നെ സഹായിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ വഴിതെറ്റിപ്പോകാൻ സാധ്യതയുണ്ട്. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറയുന്നത് പോലെ,
ഇച്ഛിക്കുന്ന നന്മയല്ല, ഇച്ഛിക്കാത്ത തിന്മയാണ് പലപ്പോഴും ഞാൻ ചെയ്തു പോകുന്നത്. കാരണം ഞാൻ ബലഹീനനായ മനുഷ്യനാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് ഇങ്ങനെയാണ്: കർത്താവേ, എൻ്റെ ബലഹീനമായ ഈ കരങ്ങളിൽ അവിടുത്തെ സർവശക്തമായ കരങ്ങൾ ഒന്ന് നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കണം. പ്രിയമുള്ളവരെ, അവിടുന്ന് കൈ നീട്ടി അവനെ സ്പർശിക്കുകയാണ്. കുഷ്ഠരോഗത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നത് അവനെ കാണുന്നവർക്ക് അറപ്പും വെറുപ്പും ഉണ്ടാകും. ആരും അവൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിലാണ് ഇവിടെ കർത്താവ് തൻ്റെ കരം നീട്ടി അവനെ സ്പർശിക്കുന്നത്. തീർച്ചയായും ആ ഒരു സ്പർശനം തന്നെ അവൻ്റെ മനസ്സിനെ എത്രമാത്രം കുളിർമയിലേക്ക് നയിച്ചിരിക്കും. മാസങ്ങളായി ഒരു മനുഷ്യൻ്റെ നോട്ടം പോലും ഏൽക്കാത്ത തൻ്റെ ശരീരത്തിലേക്ക് കർത്താവിൻ്റെ കരത്തിൻ്റെ സ്പർശനമുണ്ടാകുമ്പോൾ ആ വ്യക്തിക്ക് വലിയ മാനസാന്തരമുണ്ടാകും. പ്രിയമുള്ളവരെ, ഓരോ വിശുദ്ധ കുർബാനയിലും ഈ ഒരു അനുഭവമല്ലേ നമുക്കുണ്ടാകേണ്ടത്? ഓരോ വിശുദ്ധ കുർബാനയിലും ഈ കർത്താവിൻ്റെ സ്പർശിക്കുന്ന അനുഭവമല്ലേ നമ്മെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടത്? വിശുദ്ധ കുർബാനയിൽ നാം സംബന്ധിക്കുമ്പോഴും വിശുദ്ധ കുർബാന അനുഭവിക്കുമ്പോഴും കർത്താവിൻ്റെ ഈ സൗഖ്യദായകമായ സ്പർശനമുണ്ടാകാൻ വേണ്ടി ഹൃദയം നുറുങ്ങി നാം പ്രാർത്ഥിക്കണം. കർത്താവിൻ്റെ സ്പർശനമുണ്ടാകുമ്പോൾ ആ വ്യക്തി സൗഖ്യമുണ്ട വ്യക്തിയായി മാറുകയാണ്. തുടർന്ന് അവിടുന്ന് ആ കുഷ്ഠരോഗിയോട് പറയുകയാണ്, നിന്നെ തന്നെ പോയി ദേവാലയത്തിൽ പുരോഹിതനെ കാണിച്ചു കൊടുക്കുക. അതെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം ആ വ്യക്തി കർത്താവിന് സാക്ഷിയായി മാറുകയാണ്. കാരണം തുടർന്ന് വചനം പറയുന്നു, ഈ വാർത്ത പൂർവാധികം വ്യാപിച്ചു കൊണ്ടിരുന്നു. യേശുവിനെ രക്ഷിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച്, സ്നേഹത്തിൻ്റെ സുവിശേഷത്തെക്കുറിച്ച്, ജീവിക്കുന്ന സുവിശേഷത്തെക്കുറിച്ച് ആ കുഷ്ഠരോഗിക്ക് പിന്നെ പ്രഘോഷിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. പ്രിയമുള്ളവരെ, നാം കണ്ടുമുട്ടിയ, തൊട്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ യേശുവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അത് അനുഭവിച്ച വ്യക്തിക്ക് അത് മറ്റുള്ളവർക്ക് പങ്കുവെക്കാതെ ജീവിക്കാൻ സാധിക്കുകയില്ല എന്ന് ഈ സുവിശേഷം നമ്മോട് പ്രഖ്യാപിക്കുകയാണ്. ഏറ്റവും ഒടുവിലായി ഈ വചനം പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. വലിയ ജനക്കൂട്ടങ്ങൾ യേശു തമ്പുരാനെ കേൾക്കാനും രോഗങ്ങളിൽ നിന്ന് സുഖപ്പെടുവാനും വന്ന് കൂടിക്കൊണ്ടേയിരുന്നു. എന്നാൽ അടുത്ത വചനമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. യേശു ആകട്ടെ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ ഒരു മാറ്റമുണ്ടാക്കേണ്ടുന്ന ഒരു വചനമാണിത്. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ തീർച്ചയായും ആഘോഷങ്ങളുണ്ട്, പെരുന്നാളുകളുടെ ബഹളങ്ങളുണ്ട്, മറ്റ് എല്ലാ കോലാഹലങ്ങളുണ്ട്. ഈ ആരവങ്ങൾക്കെല്ലാം നടുവിലായിരിക്കുമ്പോഴും പ്രിയമുള്ളവരെ, ഇപ്രകാരം ഒരു ഏകാഗ്രതയിലേക്ക് യേശു ആയിരുന്നതുപോലെ മരുഭൂമിയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുവാൻ സാധിക്കുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്തീയ ആത്മീയത പൂർണ്ണമാകുന്നത്. മിശിഹായിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഈ നോമ്പ് കാലം എന്നത് ഈ മരുഭൂമിയിലേക്കുള്ള ഒരു പിൻവാങ്ങലാണ്. ഇപ്രകാരം ഒരു പിൻവാങ്ങൽ സംഭവിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മീയ ജീവിതം ഉയരുകയുള്ളൂ. പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. നാം ചുറ്റും പരിശോധിക്കുമ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മരങ്ങൾ തങ്ങളുടെ ഇലകൾ കൊഴിക്കുന്നത് നാം കാണാറുണ്ട്. എന്തിനാണ് പ്രകാരം ചെയ്യുന്നത്? ഒരു പുതിയ യൗവനം വീണ്ടെടുക്കാനാണ്. പ്രിയമുള്ളവരെ, ഈ വലിയ നോമ്പ് കാലം, ഈ മരുഭൂമിയിലേക്ക് നാം പിൻവാങ്ങുന്നത് യേശുവിൻ്റെ ഉയർപ്പിൻ്റെ രഹസ്യത്തോടൊപ്പം അവനോടൊപ്പം നാമും ഉയർക്കപ്പെടേണ്ടതിനാണ്, അവൻ്റെ സാക്ഷികളായി മാറുന്നതിനു വേണ്ടിയാണ്. അതിനാൽ ഈ നോമ്പ് കാലത്ത് കുഷ്ഠരോഗിയെപ്പോലെ കർത്താവിലേക്ക് തിരിയേണ്ടത് അത്യാവശ്യമാണ്. പ്രിയമുള്ളവരെ, ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ ഹൃദയമാണ്
വസ്ത്രമല്ല കീറേണ്ടത് എന്ന്. നമുക്ക് പഴയ നിയമത്തിലൂടെ കടന്നു പോകുമ്പോൾ നോമ്പിൻ്റെ കാലത്ത്, പ്രാർത്ഥനയുടെ കാലത്ത് വസ്ത്രം കീറി ചാക്കുടുത്ത് ചാരത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക പുണ്യാത്മാക്കളെ നാം കണ്ടുമുട്ടുന്നുണ്ട്. പ്രിയമുള്ളവരെ, അതൊക്കെ നല്ലതാണ്. നോമ്പിന് ബാഹ്യമായ ഭക്ഷണവർജനയുണ്ട്, ഉപവാസമുണ്ട്, നോമ്പിൻ്റെതായ പ്രാർത്ഥന അനുഷ്ഠാനങ്ങളുണ്ട്. ഇവയൊക്കെ നല്ലതാണ്. ഇവയൊക്കെ ബാഹ്യമായി നമ്മെ സഹായിക്കുമ്പോൾ ജോയേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ കർത്താവ് അരുളി ചെയ്തതുപോലെ നമ്മെ നോക്കി അവിടുന്ന് ഇന്നും ആവർത്തിക്കുന്നു, മകനെ, മകളെ, നിങ്ങളുടെ വസ്ത്രമല്ല ഹൃദയമാണ് കീറേണ്ടത് എന്ന്. നമ്മുടെ ഹൃദയത്തിന് ഈ നോമ്പ് കാലത്ത് പരിവർത്തനമുണ്ടാകണം. ഇപ്രകാരം പരിവർത്തനമുണ്ടാകണമെങ്കിൽ ഇരുതല വാളിനേക്കാൾ മൂർച്ചയേറിയ വചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കേണ്ടിയിരിക്കുന്നു. ഇപ്രകാരം വചനം നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കണമെങ്കിൽ നാം അനുതാപത്തിൻ്റെ മനോഭാവത്തിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. നാം കർത്താവിലേക്ക് മടങ്ങിപ്പോകേണ്ടിയിരിക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നാം ഇപ്രകാരം പ്രാർത്ഥിക്കുന്നു, കർത്താവേ, ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. കർത്താവേ, ഞങ്ങൾ അങ്ങയിലേക്ക് മടങ്ങി വരേണ്ടതിന് ഞങ്ങളെ അങ്ങയിലേക്ക് തിരിക്കണമേ. ഈ ഒരു പ്രാർത്ഥന നോമ്പ് കാലത്ത് നമ്മെ നയിക്കേണ്ടിയിരിക്കുന്നു. നോമ്പ് കാലത്ത് അനുതാപത്തിലേക്ക് നാം തിരികേണ്ടിയിരിക്കുന്നു. അതെപ്പോഴാണ് സംഭവിക്കേണ്ടത്? പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം 7-ാം വാക്യത്തിൽ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, കർത്താവിങ്കലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. കർത്താവിങ്കലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടിവെക്കുകയും അരുത്. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്ന എമ്മാവൂസ് അനുഭവത്തിൽ അവിടെ സ്ലീഹന്മാർക്ക് എന്താ സംഭവിക്കുന്നത്? അവർ ജെറുസലേമിൽ നിന്ന് എമ്മാവൂസിലേക്ക് യാത്ര ചെയ്ത് എമ്മാവൂസ് പട്ടണം അടുത്തെത്തി, നോക്കിയാൽ കാണുന്ന ദൂരത്തിലെത്തി. എന്നാൽ വചനം വായിച്ച് അവിടെ ഹൃദയം ജ്വലിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് കണ്ണുകൾ തുറക്കപ്പെട്ടപ്പോൾ, അവർ മാനസാന്തരത്തിന് അനുഭവത്തിലേക്ക് കടന്നു വന്നപ്പോൾ വചനം അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്, അവർ അപ്പോൾ തന്നെ എഴുന്നേറ്റ് ജെറുസലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രിയമുള്ളവരെ, ഈ നോമ്പ് കാലം ജെറുസലേമിലേക്കുള്ള, ദൈവത്തിങ്കിലേക്കുള്ള മടങ്ങി വരവിൻ്റെ കാലമാകണം. അത് എപ്പോഴാണ് ആരംഭിക്കേണ്ടത്? അത് ഇപ്പോഴാണ് ആരംഭിക്കേണ്ടത്. വചനം സ്പർശിക്കുമ്പോഴാണ് ആരംഭിക്കേണ്ടത്. ഇപ്രകാരം മടങ്ങിപ്പോകുമ്പോഴാണ്. എമ്മാവൂസിലെ സ്ലീഹന്മാർ ചെയ്യുന്നത് എന്താ? അവർ തങ്ങൾ കണ്ടതായ യേശുവിൻ്റെ സുവിശേഷം അവർ കൂടിയിരുന്ന എല്ലാവരോടും പ്രഘോഷിക്കുകയാണ്. നമ്മുടെ ജീവിതം യേശുവിന് സാക്ഷ്യമായി മാറുകയാണ്. പ്രിയമുള്ളവരെ, എപ്രകാരമാണ് ഇങ്ങനെ ഒരു ഹൃദയത്തിന് പരിവർത്തനമുണ്ടാകുക? ഹൃദയത്തിന് പരിവർത്തനമുണ്ടാകുന്നത് നമ്മുടെ ഹൃദയം എളിമയോടെ, വിനയത്തോടെ കർത്താവിൻ്റെ മുൻപിൽ ഇരിക്കുമ്പോഴാണ്. സങ്കീർത്തന പുസ്തകം 34-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമൊരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് ഈ രക്ഷയിലേക്ക് പ്രവേശിക്കേണ്ടേ? അതിനായി നമ്മുടെ ഹൃദയം നുറുങ്ങി നമുക്ക് പ്രാർത്ഥിക്കാം. അനുതാപത്തിൻ്റെ അനുഭവത്തിലൂടെ നമുക്കായിരിക്കാം. മനമൊരുകുന്നവരെ കർത്താവ് തൻ്റെ കരം നീട്ടി സ്പർശിച്ച് രക്ഷയിലേക്ക് ആനയിക്കും. ഇപ്രകാരം ഒരു കൃപയുടെ ജീവിതത്തിൽ നാം വർദ്ധിക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പാപത്തിൻ്റെയും പാപ സാഹചര്യങ്ങളെയും നീക്കിക്കളയുവാൻ നമുക്ക് സാധിക്കണം. യേശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും അവ കമ്പിളി പോലെ വെളുക്കും. നിങ്ങളുടെ പാപങ്ങൾ കടും ചുമപ്പാണെങ്കിലും
അവ കമ്പിളി പോലെ വെളുക്കും. വലിയ പ്രത്യാശ നൽകുന്ന ഒരു വചനമാണിത്. പ്രിയമുള്ളവരെ, നാം ഏത് അവസ്ഥയിലായിരുന്നാലും ആ അവസ്ഥയിൽ നമ്മെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. കുഷ്ഠരോഗിയെ നോക്കാൻ പോലും മറ്റുള്ളവർ അറക്കുകയും വെറുക്കുകയും ചെയ്യുമ്പോൾ ആ കുഷ്ഠരോഗിയെ സ്പർശിച്ച് സൗഖ്യമാക്കിയവനാണ് എൻ്റെ കർത്താവ്. അതുകൊണ്ട് നാം ദൈവത്തിലേക്ക് മടങ്ങി വന്നാൽ മാത്രം മതി. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വന്നാൽ മാത്രം മതി. അവിടുന്ന് നമ്മെ സ്പർശിക്കും. നാം പാപത്തിൻ്റെ ഏത് കുഴിയിലകപ്പെട്ടിരുന്നാലും, പാപത്തിൻ്റെ ദുർഗന്ധം വമിക്കുന്നവരായാലും കർത്താവ് നമ്മെ തള്ളിക്കളയുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുന്നില്ല. കാരണം അവിടുന്ന് സ്നേഹമാണ്. അവിടുന്ന് എന്നെയും എല്ലാ പാപികളെയും സ്നേഹിക്കുന്നു. അതിനാൽ നമുക്ക് കർത്താവിലേക്ക് മടങ്ങി വരാം. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 15-ാം അധ്യായം 19-ാം വാക്യത്തിൽ ദൈവത്തിൻ്റെ വചനം നമ്മോട് അരുളി ചെയ്യുന്നു. കർത്താവ് അരുളി ചെയ്യുന്നു, നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും. നീ തിരിച്ചു വന്നാൽ എൻ്റെ സന്നിധിയിൽ നിന്നെ ഞാൻ പുനഃസ്ഥാപിക്കും. രക്ഷ നൽകുന്ന, ജീവൻ നൽകുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ വാഗ്ദാനമാണിത്. ആകാശവും ഭൂമിയും കടന്നുപോയാലും കടന്നു പോകാത്തതായ ദൈവം നൽകുന്ന വചനത്തിൻ്റെ വാഗ്ദാനമാണിത്. നാം തിരികെ വരാൻ തയ്യാറായാൽ അവിടുത്തെ സന്നിധിയിൽ അവിടുന്ന് നമ്മെ പുനഃസ്ഥാപിക്കും. ഇപ്രകാരം തിരികെ വരാൻ, ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാൻ, അവിടുത്തെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കപ്പെടാനുള്ള വലിയ സുവർണ അവസരമാണ് നോമ്പുകാലം. പ്രിയമുള്ളവരെ, ഇന്ന് നാം കണ്ട കുഷ്ഠരോഗിയുടെ ജീവിത അനുഭവത്തിലൂടെ കുഷ്ഠരോഗിയെപ്പോലെ അവിടുത്തെ സന്നിധിയിൽ വന്ന് നിസ്സഹായതയോടെ, ബലഹീനതയോടെ നമ്മുടെ വിശ്വാസം ഏറ്റുപറയുമ്പോൾ അവിടുന്ന് നമ്മെ സ്പർശിക്കുകയും സൗഖ്യം നൽകുന്ന, മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന, നവീകരണത്തിലേക്ക് നയിക്കുന്ന, ജീവിതം മുഴുവൻ സുവിശേഷമായി മാറുന്ന, നാം ആയിരിക്കുന്നിടത്ത് യേശുവിൻ്റെ സ്നേഹമുള്ള, ജീവനുള്ള, രക്ഷിക്കുന്ന സുവിശേഷം അറിയിക്കുന്ന വ്യക്തികളായി തീരുമ്പോൾ മാത്രമാണ് നാമും ഈസ്റ്ററിൻ്റെ സാക്ഷികളായി മാറുന്നത്. ഈസ്റ്റർ എന്ന കർത്താവിൻ്റെ ഉയർപ്പെന്ന രഹസ്യത്തിലേക്ക്, ഈ കുഷ്ഠരോഗിയെ ശുദ്ധനാക്കുന്ന അടയാളം അഥവാ അത്ഭുതം, അവ നമ്മെ നയിക്കുമ്പോൾ മാത്രമാണ് ഈ വലിയ നോമ്പിലെ 2ാമത്തെ ഞായറാഴ്ച നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ അർത്ഥമുള്ളതായി മാറുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അവിടുത്തെ വചനത്തിലൂടെ ഞങ്ങളെ സ്പർശിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. എമ്മാവുസിലേക്ക് പോയ ശ്ലീഹന്മാരുടെ ജീവിതത്തിൽ വചനം എപ്രകാരമാണോ തങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിച്ചത്, ദൈവമേ, ഞങ്ങൾ കേട്ട ഈ വചനം ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കണമേ. കുഷ്ഠരോഗിയെ അവിടുന്ന് കരം നീട്ടി സ്പർശിച്ച് സൗഖ്യമാക്കി അവനെ ശുദ്ധീകരിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതത്തെയും അവിടുന്നൊന്ന് സ്പർശിക്കണമേ. ഞങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ അശുദ്ധി നിറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ജീവിതത്തിലും പലപ്പോഴും ഞങ്ങളോട് തന്നെയും ഞങ്ങളോടൊപ്പമായിരിക്കുന്നവരോടും ഈ പ്രപഞ്ചത്തോടും ദൈവത്തോടും ബന്ധമില്ലാത്ത അവസ്ഥയിലേക്ക് കടന്നുപോയിട്ടുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കുഷ്ഠരോഗമാണെന്ന് തിരിച്ചറിയുവാൻ ഞങ്ങളെ അവിടുന്ന് പഠിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങളും ആ കുഷ്ഠരോഗിയെപ്പോലെ പ്രാർത്ഥിക്കുകയാണ്, ഹൃദയം നുറുങ്ങി പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അങ്ങിലേക്ക് മടങ്ങി വരാൻ തക്കവണ്ണം ദൈവമേ, അങ്ങയിലേക്ക് ഞങ്ങളെ തിരിക്കണമേ. കുഷ്ഠരോഗിയെപ്പോലെ ശുദ്ധനാക്കപ്പെട്ട് ദൈവത്തിൻ്റെ സാക്ഷികളായി മാറി യേശു കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ ജീവിക്കുന്ന സുവിശേഷമായി മാറുവാൻ ഞങ്ങളുടെ ജീവിതത്തെ അവിടുന്ന് ഒരുക്കി വിശുദ്ധീകരിക്കണമേ. പിതാവിൻ്റെയും
പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ.